ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നീറ്റ് വന്നിരിക്കുന്നു കേട്ടോ. രാവിലെ നീറ്റ് വന്നേക്കിന് നമ്മൾ അടുപ്പിൽ വെണ്ണൂറൊക്കെ ഒന്ന് വാരാന്ന് വിചാരിച്ച്. കാരണം ഈ വെണ്ണൂറ് ഇങ്ങനെ കെട്ടിക്കിടന്നാലേ നമ്മൾ തീ പിടിപ്പിക്കുന്ന സമയത്ത് നല്ലൊരു ബുദ്ധിമുട്ടാണ്. പൊഞ്ഞും കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വെണ്ണൂറൊക്കെ ഞാൻ വാരി പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് തുടച്ച് നേരാക്കിയിട്ട് നമുക്ക് ദോശ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ദോശ ഉണ്ട് കടി. നമ്മൾ ഓലയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തീ പിടിപ്പിക്കുക. ചില ആൾക്കാർ പെട്ടെന്ന് മണ്ണെണ്ണയൊക്കെ വെച്ചിട്ടൊക്കെ തീ പിടിപ്പിക്കും. മണ്ണെണ്ണ അല്ലേ ഇപ്പോൾ പണ്ടത്തെ ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊന്നും മണ്ണെണ്ണയൊന്നും ഇല്ലല്ലോ ആർക്കും. അങ്ങനെ നമ്മൾ ഓലയൊക്കെ കത്തിച്ചു കൊടുത്ത് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ദോശ ചൂടാൻ പോവാണ്. പിന്നെ ഇന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഓണത്തിൻ്റെ സദ്യയാണല്ലോ, ഓണസദ്യ. നിങ്ങളെ മക്കൾക്കൊക്കെ ഓണസദ്യ ഉണ്ടെങ്കിൽ അറിയിക്കട്ടോ. ആരൊക്കെയാണ് ഓണത്തിന് സദ്യ ഉണ്ടാക്കിയിട്ട് പിന്നെ സദ്യയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോ കൂട്ടാനും ഓരോ കുട്ടികളാണ് പറഞ്ഞിട്ട്, ഓരോ ക്ലാസ്സിലത്തെ കുട്ടികളാണ് പറഞ്ഞിട്ടോ. അപ്പം എൻ്റെ മോൾക്കുള്ളത് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്ന ഒപ്പം തന്നെ എന്ത് ചെയ്തറിയോ, ബീട്രൂട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ ചുട്ടെടുക്കും ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ബീട്രൂട്ടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കും ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ അരി കലക്കിയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ പച്ചരി പൊടിച്ചിട്ടുള്ള അരിപ്പൊടി, പാക്കറ്റ് പൊടിയല്ല കേട്ടോ, വറുത്ത പൊടിയല്ല, വറുക്കാത്ത പൊടി. അപ്പോൾ അതിങ്ങനെ കലക്കിയിട്ട് കേട്ടോ അങ്ങനെ ദോശ ഇടുക. മലപ്പുറത്തൊക്കെ അങ്ങനത്തെ ദോശ എല്ലാവർക്കും അറിയാം കേട്ടോ. വേറെ എല്ലാ ആൾക്കാരും എന്ത് ഉണ്ടാക്കില്ല, ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ട് എന്നാണ് തോന്നുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ അറിയിക്കട്ടോ. അങ്ങനെ നമ്മൾ ബീട്രൂട്ട് നമ്മളിതാ തൊലി കളഞ്ഞെടുക്കട്ടെ കേട്ടോ പെട്ടെന്ന്. എന്നാൽ ദോശൻ്റെ ഒപ്പം തന്നെ ആവും ചെയ്യും. മറ്റേ നമ്മൾ ദോശ ചൂടാൻ നിന്നാൽ നേരം വൈകില്ല. മക്കൾക്കൊക്കെ രാവിലെ നേരത്തെ പോവും വേണം. അപ്പോൾ ഇതാ ഞാൻ 3 ബീട്രൂട്ടാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞ ഈ സാധനം കൊണ്ട് നല്ല സുഖം കേട്ടോ തൊലി കളയാനായിട്ട്. അപ്പോൾ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഒന്നിട്ട് കഴുകിയിട്ട് ഇത് 4 പീസാക്കി എടുക്കാം കേട്ടോ. ചെറുതാണെങ്കിൽ 2 പീസാക്കിയാൽ മതിയോ. അപ്പോൾ തൊലി കളഞ്ഞിട്ട് പീസാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ദോശ കരിയുണ്ട് തോന്നുന്നുണ്ട്, ദോശ ഒന്ന് എടുത്തിട്ട് കേട്ടോ. തീ നല്ല കത്തുന്നുണ്ട്. നമ്മൾ കവുങ്ങില്ലേ, കവുങ്ങിൻ്റെ കൊള്ളിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തീയാണ്. അപ്പോൾ ദോശ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി ചത്ത. പിന്നെ കാളനും ഓലനും പുളിഞ്ചി അച്ചാറ് അങ്ങനെ ഓരോ ക്ലാസ്സിലെ കുട്ടികൾ ഓരോ കറിയാണ് കേട്ടോ ഇവിടെയൊക്കെ. നല്ല രസമാണ് അപ്പോൾ അങ്ങനെ കഴിക്കാൻ. പിന്നെ വാഴൻ്റെ ഇല കൊണ്ടുപോകണം സദ്യ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടോ ബീട്രൂട്ടിൻ്റെ. ഇനി ഇതായത് ഇതിമ്മലാട്ടോ നമ്മൾ ചുരണ്ടി എടുക്കുന്നത്. നല്ല ഉപ്പേരിയൊക്കെ നല്ല സാധനം കേട്ടോ ഇത് ചുരണ്ടാൻ വേണ്ടിയിട്ട്. ഇതപ്പോൾ ഇത് 2 ചെറുതാണ്. അപ്പോൾ ഇത് 2 ഞാൻ അങ്ങനെ 2 പീസാക്കിയിട്ടുണ്ട്. ഇത് വലുതാണ്. അപ്പോൾ നമുക്കിത് 4 പീസാക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്യാം. ഇതാ ഇതുപോലെ കേട്ടോ, കണ്ടോ? ഇങ്ങനെ ചെയ്താലേ നല്ല എളുപ്പത്തിൽ വെള്ളം നൊയ്ക്കണ്ട സെക്കൻഡ് വെച്ചിട്ട് നമ്മൾ ബീട്രൂട്ട് വേവ് കിട്ടും. അതാ കണ്ടില്ലേ, ഞാൻ ഇതിമ്മ തന്നെ കേട്ടോ തോരനൊക്കെ ഉണ്ടാക്കൽ. ഇത് നല്ല സാധനമാണ് കേട്ടോ ബോർഡ്. ഇതാ ഇത്രയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ, ചോപ്പ് ചെയ്തെടുത്ത്. ഇനി നമുക്ക് ദോശ ചൂടലാണ് ഏകദേശം പൂർത്തിയായിക്കണ്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ടും കൂടി ഒപ്പമായത് കാരണമേ പെട്ടെന്ന് നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുടിവെള്ളം, കുടിക്കാനുള്ള വെള്ളം. ഇപ്പോൾ മസ്തിഷ്ക ജ്വരമൊക്കെ എല്ലാം എടുത്തു. അപ്പോൾ പേടിയാണ് കേട്ടോ പച്ചവെള്ളം കുടിക്കാൻ. അപ്പോൾ വിചാരിച്ചിട്ട് ഞാനൊരു കലം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്യാസിൽ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഈ കടുക് വറുക്കൽ നമുക്ക് ലാസ്റ്റ് നമ്മൾ പച്ചടി ഉണ്ടാക്കിയതിന് ശേഷം ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താണ്, പിന്നെ ഒരു പണിക്ക് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെ ബീട്രൂട്ടായിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ചെറുതായിട്ടൊരു കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കണമെന്നില്ല, വെള്ളം ഇതിൽ നിന്ന് വരും. അപ്പോൾ ചെറിയ തോതിലൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ കട്ടില്ലാതെ ചോപ്പ് ചെയ്തെടുത്ത കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒന്നൊരു ചൂടായാൽ മതി ഇട്ട് വേവാൻ. പിന്നെ നമ്മൾ കട്ടിയിലൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് വെന്തിട്ടാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ, ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കണമല്ലോ, ഇതോടെ ഇരിക്കട്ടെ.
അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ പീസ് ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ പച്ചടി. കുറച്ച് കറിവേപ്പിലയും ഒരു 3 കാന്താരി മുളക് കേട്ടോ. ഇനി തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വേണമെങ്കിൽ അരിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ചേർക്കരുത്, കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. നല്ല പോലെ അരയണേ. ഇനി നമുക്ക് ഇതിലേക്കാണ് കടുക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് സമയം അരക്കൊന്നും വേണ്ട കേട്ടോ. കടുകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടാൽ മതി. അപ്പോൾ കടുക് ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടാൽ മതി, ഒരുപാട് സമയം വെച്ചിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളെ ബീട്രൂട്ട് ഇത് അവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരപ്പട വെച്ച് കൊടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണോ കൂടുതലാണോ ഒക്കെ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൈര് ഒഴിക്കാനുള്ള കേട്ടോ. അത് കാരണം നിങ്ങൾ തേങ്ങയിലൊന്നും ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, പിന്നെ വറ്റിക്കാനൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിൽ തീരെ വെള്ളമല്ല കേട്ടോ നമ്മൾ ബീട്രൂട്ടിൽ, അത് കാരണം ചെറുതായിട്ടൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് ജാറ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കണ്ടേ. തൈര് ഒഴിക്കണ വീഡിയോ ഇതിലില്ല ഒന്നുണ്ടോ. തൈര് ഒഴിച്ച് കൊടുക്കണം. തൈരാണ് നമ്മളെ പച്ചടിൻ്റെ, തൈരും കടുകുമാണ് നമ്മളെ പച്ചടിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. പിന്നെ ബീട്രൂട്ട് പച്ചടി ഇല്ലാതെ സദ്യ അല്ലല്ലോ. ബീട്രൂട്ട് പച്ചടി എന്തായാലും നിർബന്ധം കേട്ടോ സദ്യക്ക്. സാമ്പാറിൻ്റെ അവിയലിൻ്റെ ഒക്കെ പോലെ തന്നെ നമ്മളിവിടെയൊക്കെ എല്ലാവരും ഉണ്ടാക്കും കേട്ടോ ബീട്രൂട്ട് പച്ചടി. ഇത്ര വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് വെള്ളം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒക്കെ ചെയ്യട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി കേട്ടോ. നമ്മൾ തേങ്ങ നല്ല പോലെ അരിഞ്ഞിക്കണമല്ലോ, അരിയാത്ത തേങ്ങ നല്ല പോലെ അരിയണം കേട്ടോ പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇതിൽ തീരെ വെള്ളമൊന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളം ഒഴിച്ച് കൊടുത്താൽ വെള്ളം അധികമാവും. അപ്പോൾ നമ്മൾ ഇലയിലൊക്കെ വിളമ്പുന്ന സമയത്ത് ഒഴുകി പോകരുത് കേട്ടോ, അങ്ങനെ ആവരുത്. ഇതിപ്പോൾ നല്ലൊരു പാകമാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കട്ടത്തൈര് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. തൈര് വെള്ളം കൂട്ടി അടിച്ചിട്ടൊന്നും ഒഴിച്ചെടുക്കരുത്. അപ്പോൾ നമ്മളെ തേങ്ങ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് ഒഴിച്ചെടുത്ത വീഡിയോ ഇതിലില്ലാന്ന് തോന്നുന്നു, കാണാമല്ലോ, ഇവിടെ ഡിലീറ്റായി പോയി തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനൊന്നും. അപ്പോൾ നിങ്ങളെ